അതായത് എനിക്ക് ആദ്യം ഇങ്ങനെ 19 സബ്ജക്ട്സ് എങ്ങനെയാണ് ഇത്ര ഒരു ഷോർട്ട് ടേമിൽ പഠിച്ചെടുക്കുക, അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഒരു ഐഡിയ ഇല്ല, എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഞാനത്ര അക്കാഡമിക്കലി എക്സലൻ്റ് ആയിട്ടുള്ള ഒരാളെന്നല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 250 വിത്തിൻ 50 പോലും വരാത്ത ഒരാളായിരുന്നു. അന്ന് എനിക്ക് അത്ര തോന്നിയിട്ടുണ്ടായില്ല എങ്ങനെയാ അത് ചെയ്യാന്ന് തോന്നുന്നുണ്ടായി. ഹായ് ഓൾ, നമ്മുടെ കൂടെയുള്ള ഡോക്ടർ അതുല്യാണ്. ഈ കഴിഞ്ഞ INACET റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 154 വാങ്ങിച്ചിരിക്കുകയാണ്. ആൻഡ് ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ INACETയുടെ കൗൺസിലിംഗ് പ്രോസസ്സ് നടക്കുന്നത് നീറ്റ് എക്സാമിൻ്റെ എഴുതുന്നതിടല്ല, നീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇൻ ബിറ്റ്വീൻ തന്നെ കുറച്ച് സമയം എടുത്ത് നിന്നതിനാൽ ഡെഫിനറ്റ്ലി ഈ ഒരു ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ എന്നല്ല, ഈ ടോക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രിപ്പറേഷൻ്റെ ഒരു ട്രാക്ക് കിട്ടുക എന്നുള്ളതാണ്. മാത്രമല്ല ചിലപ്പോൾ അതുല്യ ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ഓൾ ഇന്ത്യ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് പോകും. ഇപ്പോൾ കറൻ്റ്ലി നിംഹാൻസ് കിട്ടിയിട്ടുണ്ടല്ലേ? നിംഹാൻസ് സൈക്കാട്രി പോകുന്നുണ്ടോ? ഞാൻ ആക്ച്വലി സൈക്കാട്രിയെ കുറിച്ച് അധികം അന്വേഷിച്ചിട്ടില്ല. എൻ്റെ പ്രിഫറൻസ് മെഡിസിൻ ആണ്. സൈക്കാട്രി എൻ്റെ ഒരു തേർഡ് ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല, കൺഫ്യൂസ്ഡ് ആവർസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വേഗം ഇൻ്റർവ്യൂ ചെയ്ത് പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിംഹാൻസിലേക്കൊക്കെ പോകേണ്ടി വന്നു. PG കയറി കഴിഞ്ഞാൽ വൺസ് കയറി കഴിഞ്ഞാൽ അറിയുന്നതാണ് നമുക്ക് നല്ല റഷ് ആണെന്നുള്ളത് അല്ലേ? എനിഹൗ നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയായി കൊണ്ടുപോട്ടെ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്, അതിന് PG പ്ലാൻ ഉണ്ടായിരുന്നോ? സെൽഫായിട്ടൊന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് 62nd ബാച്ചിലെ സ്റ്റുഡൻ്റാണ്, 2018 ബാച്ച്. അപ്പോൾ പാസ് ഔട്ട് ഞാൻ ഹൗസ് സർജൻസി ആകുമ്പോൾ തന്നെ PG പ്രിപ്പറേഷൻ എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഭാട്ടിയുടെ 360 ഡിഗ്രി ലൈഫ് പ്ലാനിനെ കുറിച്ച് കേൾക്കുന്നതും. പിന്നെ ഞാനിങ്ങനെ കുറേ എൻ്റെ സീനിയർ 6 ഇയേഴ്സുകാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല പ്ലാനാണെന്ന് അറിഞ്ഞു, അത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഹൗസ് സർജൻസി കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു 1 മന്തിനുള്ളിൽ തന്നെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓഗസ്റ്റ് 1 എനിക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പറേഷനിൽ നമ്മുടെ സെന്ററിൽ ഇരുന്ന് പ്രിപ്പറേഷൻ ചെയ്യായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഹോസ്റ്റലിൽ എടുത്തിട്ട് ഭാട്ടിയുടെ ഹോസ്റ്റലിൽ എടുത്തിട്ട് ഇവിടെ വന്നിട്ടാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ലൈവ് കോഴ്സാണ്, എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് പ്രിഫർ ചെയ്തില്ല? അത് തുടക്കത്തിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ പോകെ എനിക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമ്മുടെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു ഫൈനൽ ഇയർ ആകുമ്പോഴും അല്ലെങ്കിൽ ഹൗസ് സർജൻസി ചെയ്യുമ്പോഴും നമ്മൾ കഴിഞ്ഞിട്ട് നമുക്കൊരു PG പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാവരും ഒരു യൂഷ്വൽ വേയിൽ അങ്ങനെ പോകുന്ന പോലെയാണ് തോന്നുന്നുണ്ടാവുക. ആ ഒരു കാര്യം നമ്മൾ റിയൽ ആ ഫേസിലൂടെ പോകുന്ന സ്ട്രഗിൾ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? നല്ല വ്യത്യാസമുണ്ട് ആക്ച്വലി. ഇത് ഇത്ര അതായത് എനിക്ക് ആദ്യം ഇങ്ങനെ 19 സബ്ജക്ട്സ് എങ്ങനെയാണ് ഇത്ര ഒരു ഷോർട്ട് ടേമിൽ പഠിച്ചെടുക്കുക, അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഒരു ഐഡിയ ഇല്ല, എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ടഫ്. അതായത് ഒരു ദിവസം നമ്മൾ വേറെ ഒന്നും ചെയ്യാണ്ട് അറൗണ്ട് 12-14 hours പഠിത്തം മാത്രം, ബാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു. വളരെ സിമ്പിളായി ചോദിച്ചാൽ നീറ്റ് UG പ്രിപ്പറേഷൻ ആണോ PG പ്രിപ്പറേഷൻ ആണോ ടഫർ? ഓഫ് കോഴ്സ് PG. നീറ്റ് UG ഇത്രയൊന്നും കഷ്ടപ്പെടുന്ന കാര്യമില്ല. നീറ്റ് UG ഒന്ന് ആ സമയത്ത് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവായിരുന്നു, കുറച്ചും കൂടെ സമയം, ഇത്ര കണ്ടന്റ് ഇല്ല പഠിക്കാൻ. ഇത് കുറെ കണ്ടന്റ് ഉണ്ട്, ഷോർട്ട് ടൈം, ഭയങ്കര. പിന്നെ പണ്ടത്തെ മാതിരിയല്ല റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ബോധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള റിസ്ക് കൂടി ഉണ്ട് എന്നുള്ളത് അല്ലേ? പിന്നെ എത്ര ഫൈനൽ ഇയർ ഒക്കെ അല്ലെങ്കിൽ ബാച്ചിലൊക്കെ എത്രത്തോളം അക്കാഡമിക്കലി? ഞാൻ അത്ര അക്കാഡമിക്കലി എക്സലൻ്റ് ആയിട്ടുള്ള ഒരാളെന്നല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 250 വിത്തിൻ 50 പോലും വരാത്ത ഒരാളായിരുന്നു. ബട്ട് ഈ സമയത്ത് ഞാൻ നന്നായി ആയിരുന്നു. പിന്നെ അന്നൊന്നും ഞാൻ അത്ര പഠിച്ചിട്ടുണ്ടായില്ല, മീൻസ് അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടായില്ല. എനിക്ക് ജസ്റ്റ് പാസ്സായി പോകണം എന്നുള്ള വിചാരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിന് ഞാൻ കുറച്ചധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, കുറച്ചധികം പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ തുടക്കത്തിൽ ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ കൂടുതലും, അതായത് അങ്ങനെ ഇന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നില്ല, എടുക്കുന്ന പോർഷൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാൻ നോക്കുമായിരുന്നു കസ്റ്റം മൊഡ്യൂൾ ഇട്ടിട്ട്. എങ്ങനെയാണെന്ന് ക്ലാസ് നടക്കുന്ന സമയത്ത്, അതായത് ഇന്നെടുക്കുന്ന ക്ലാസ്സിൻ്റെ ഞാൻ വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ കുറച്ചൊരു ലാസ്റ്റ് ക്ലാസ് തീരാറായ സമയത്തൊക്കെ ആയപ്പോഴേക്ക് കുറച്ച് ടൈറ്റ് ആയപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കുറച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു, അപ്പോൾ എനിക്ക് വായിച്ചു തീർക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ റിവിഷൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ഡെയിലി ഓൾ സബ്ജക്ട്സിൻ്റെ കസ്റ്റം മൊഡ്യൂൾ ഒരു 100 ക്വസ്റ്റ്യൻസ് ചെയ്യും, പിന്നെ PYQ ചെയ്യും. അങ്ങനെ ഒരു അറൗണ്ട് ഒരു 250 ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി എത്ര പ്രാക്ടീസ് വരും? അതായത് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു, അപ്പോൾ എത്ര അവേഴ്സ് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നുണ്ട്? ഞാനൊരു INACETയുടെ മുന്നേക്ക് ഒരു 12 hours വരെ ആയിരുന്നു ഡെയിലി പഠിക്കൽ. വായിക്കും കുറച്ച് സമയം, പിന്നെ ഞാനൊരു
അതായത് തുടക്കത്തിൽ ക്ലാസ്സുള്ള സമയത്തൊക്കെ ഞാൻ അന്ന് എടുക്കുന്ന പോർഷൻസ് വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാനായിരുന്നു ശ്രമിക്കില്ല. അങ്ങനെ ഒരു ഡെഫിനറ്റ് നമ്പറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ക്ലാസ് ഒക്കെ തീർന്ന് റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു ഞാൻ ഓൾ സബ്ജക്ട്സിൻ്റെ കസ്റ്റം മൊഡ്യൂൾ ചെയ്യും ഒരു 100 എണ്ണം, പിന്നെ PYQs ചെയ്യുമായിരുന്നു. അങ്ങനെ ടോട്ടലി ഒരു 200-250 ക്വസ്റ്റ്യൻസ് പെർ ഡേ തന്നെ കീപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് 200, 250, 300 ക്വസ്റ്റ്യൻസ് പെർ ഡേ എന്നൊക്കെ. അന്ന് അതൊക്കെ എത്ര റിയലിസ്റ്റിക് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു? അന്ന് എനിക്ക് അത്ര തോന്നിയിട്ടുണ്ടായില്ല, എങ്ങനെയാ അത് ചെയ്യാന്ന് തോന്നുന്നുണ്ടായിരുന്നു. നേരം പഠിക്കും വേണം, ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി. പിന്നെ സ്പീഡ് കൂടിയപ്പോ കുറച്ചും കൂടെ പോസിബിൾ ആയി തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഈ വർഷം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന 2019 ബാച്ച് പ്രിപ്പറേഷൻ ഇറങ്ങുന്നുണ്ട്. അവരോട് സ്ട്രെയിറ്റ് അവേ 2-3 അഡ്വൈസ് അല്ലെങ്കിൽ നിങ്ങൾ റിയൽ ടൈം എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും? സ്റ്റിക്ക് ടു യുവർ നോട്ട്സ് നല്ലോണം മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക എന്നുള്ളത് നല്ലത്. കുറേ കണ്ടന്റ് പഠിക്കുക എന്നുള്ളതിനേക്കാളും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു മാക്സിമം കണ്ടന്റ് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന്, അങ്ങനെയാണ് നല്ലതെന്നാ. പക്ഷേ ഓവർ ടൈം എനിക്ക് മനസ്സിലായി ഉള്ള കണ്ടന്റ് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. കുറേ കണ്ടന്റ് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. തെറ്റിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയുന്നതായിരിക്കും, നമ്മുടെ നോട്ട്സിലുള്ളതാണ്. അതായത് ബേസിക്സ് ഒക്കെയാണ് നമ്മൾ തെറ്റിക്കുന്നുണ്ടാവുക അവസാനത്തേക്ക്. അതായത് നോട്ട്സിലുള്ള കാര്യങ്ങൾ തന്നെ തെറ്റിക്കുക. അത് തെറ്റിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം തോന്നുക. ഔട്ട് ഓഫ് ദ നോട്ട്സ് 1-2 ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും, പക്ഷെ അതത്ര കാര്യമാക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും തോന്നുന്നു. ഏകദേശം 75%-80% സ്കോർ ചെയ്താൽ മതി. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ഔട്ട് ഓഫ് ദ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് നോട്ടിലുള്ളത് നമ്മൾ എന്തായാലും ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ടൈംസ് കൊണ്ടുപോകണം അല്ലേ? എന്താ ഈ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷന്റെ കാര്യം? നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇത്രയധികം ടൈംസ് റിവൈസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് തോന്നുമോ? എങ്ങനെയാണ്? എത്ര ടൈംസ് റിവൈസ് ചെയ്യണു എന്നുള്ളതല്ല, നമുക്ക് എത്ര എഫക്റ്റീവ് ആവണു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ചിലവർക്ക് ഇപ്പോൾ കുറേ ടൈം ഫാസ്റ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും അവർക്ക് ഗുണം ഉണ്ടാവുക. ചിലവർക്കാണെങ്കിൽ ഒരു ടൈം വൃത്തിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഇൻഡെപ്ത് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ അവർക്ക് അത് അതിനനുസരിച്ച് അത് ഗുണം ഉണ്ടാവുമായിരിക്കും. അത് ഡിപ്പെൻസ്, ഓരോരുത്തർക്ക് നമുക്ക് ഏതാ വർക്ക് ചെയ്യാന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അങ്ങനെയാണ് എനിക്ക് എത്ര കാലം വേണ്ടി വരും നീറ്റ് പി ജി പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ ഇനി INSET പ്രിപ്പറേഷനൊക്കെ ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? മേ ബി കഴിഞ്ഞ വർഷം INSET നീറ്റ് എന്തെങ്കിലും എഴുതി നോക്കിയിരുന്നോ? ഞാൻ നീറ്റ് 24 എഴുതിയായിരുന്നു. അതിൽ എനിക്ക് 37,000 അതിൻ്റെ ഒരു 0th അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ട് ചുമ്മാ പോയി എഴുതി. നീറ്റ് PG എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ പോയി എഴുതിയ ഒരു എക്സാം ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതിൽ നിന്നൊരു 150 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി നല്ല ടാസ്ക് ഉണ്ട്. അപ്പോൾ ഇത് എത്ര കാലം വേണ്ടി വരും ഇങ്ങനെ ഒരു റാങ്കിലേക്ക് ഷിഫ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ? ഞാനിപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഈ മെയിൽ പരീക്ഷ എഴുതി. അത്ര കാലം മതി എന്നാണ് എൻ്റെ ഒരു ഓക്കെ. അതിനേക്കാളും കൂടുതൽ സമയം ഞാൻ ചോദിക്കുന്നത് എക്സാക്ട്ലി അത് തന്നെയാണ്. ചില ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ആണോ എന്നുള്ളതാണ്. അല്ല, ലോങ് ടേം പ്രിപ്പറേഷൻ അല്ല നല്ലത്. നമ്മൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡ് ആവും, നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നും. ആക്ച്വലി എനിക്കിപ്പോൾ ഈ നീറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡിസപ്പോയിൻമെന്റ് വന്നത്. ഇനി ഒരു 2 മാസവും കൂടെ ഇതുപോലെ പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മീൻസ് എന്റെ പ്രിപ്പറേഷൻ എനിക്ക് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ എന്റെ പ്രിപ്പറേഷൻ കുറച്ച് ഡൗൺ ആയ പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ലോങ് ടേം കിട്ടിയിട്ട് കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിത്തിൻ ടൈം നമ്മൾ ഷോർട്ട് പീരീഡ് ചെയ്യാന്നുള്ളതാണ്. ചില ആളുകൾ പണ്ട് മുതലേ അങ്ങനെ പ്ലാൻ ആക്കി കുറച്ച് കൊണ്ടുപോകുന്നതുണ്ടാവും. കാരണം അതിന് അത്ര ഇന്റൻസിറ്റി ഫോം ചെയ്യില്ലെന്നല്ലേ. അപ്പോൾ ഷോർട്ട് പീരീഡിൽ നന്നായി കൂടുതലായി ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ അധികം ഡിഫിക്കൽട്ടീസ് വരില്ല. അതായത് മെന്റൽ സ്ട്രഗിൾസ് വരും, ഡീമോട്ടിവേറ്റഡ് ആവും, ഡിപ്രസ്ഡ് ആവും പല സ്ഥലത്ത്. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട്. നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയൊക്കെ ഭയങ്കര ടോൾ ചെയ്യുന്നുണ്ട് ഈ സാധനം, ഈ പ്രിപ്പറേഷൻ. പിന്നെ നമ്മളെ വിശ്വസിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. അതെ, നമ്മുടെ ആവശ്യമാണിത്, നമുക്കിത് കിട്ടണം എന്ന്. ഇനി ഒരു തവണയും കൂടെ ഇതിനിരിക്കാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഡൗൺ ആവുന്ന സമയത്തൊക്കെ എന്ത് ചെയ്തിട്ടാണ് രണ്ടാമത് ആ ട്രാക്കിലേക്ക് കൊണ്ടുവരാറുള്ളത്? ഞാനിങ്ങനെ ഭയങ്കര ഡൗൺ ആകുമ്പോൾ ഞാൻ ഒരു ബ്രേക്ക് എടുക്കും. ആക്ച്വലി ഞാൻ ഈ സമയത്ത് അധികം സിനിമയൊന്നും കണ്ടിട്ടില്ലായിരുന്നില്ല. പിന്നെ ഭയങ്കര ഡൗൺ ആയപ്പോൾ ഞാൻ കുറച്ച് സിനിമയൊക്കെ കണ്ടു. കുറച്ച് ഒരു ലോങ് ബ്രേക്ക് ഒന്നും അല്ലെങ്കിലും ഞാനിങ്ങനെ ബ്രേക്ക് എടുക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ പോകുമായിരുന്നു. വൺ ഡേ ഫുള്ള് എടുക്കില്ലെങ്കിൽ ഒരു സമാധാനമില്ല, ഒരു ഹാഫ് ഡേ ബ്രേക്ക് ഒക്കെ എടുക്കും. പിന്നെ വീട്ടിൽ പോകുമായിരുന്നു. എനിക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ആകുമ്പോൾ ഏതർ എൻ്റെ പേരൻസ് ഇങ്ങോട്ട് കാണാൻ വരും, അല്ലെങ്കിൽ വീട്ടിൽ പോവും. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പേരൻസ്. എനിക്ക് എന്ത് തുറന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നു. സോ അതെനിക്ക് ഭയങ്കര ഗുണമായിരുന്നു. എന്ന് മുതൽ തോന്നിയ ഒരു ബെറ്റർ റാങ്കിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ട്? സെൽഫ് ഡൗട്ട് കുറെ ഉണ്ടായിട്ടില്ലേ? സെൽഫ് ഡൗട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം ഭീകരമായിരുന്നു അത്? ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, ഞാൻ വിചാരിച്ച ബ്രാഞ്ച് കിട്ടിയില്ലെങ്കിലും ഇനി എനിക്കിതിന് വയ്യ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. ആക്ച്വലി INICT മുന്നേ പോലും എനിക്കിങ്ങനെ INICT എനിക്ക്, അതായത് എൻ്റെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവാനുള്ള ഒരു റാങ്ക് കിട്ടിയാൽ മതി എന്ന് എനിക്ക്
വിചാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് എനിത്തിങ് ബിലോ 200 ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. 154 കണ്ടപ്പോൾ തോന്നി? 154 കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ആരോടെയും കാണിച്ചു കൊടുത്ത് നോക്കിയോ? ഒന്നുകൂടി നോക്കാൻ പറഞ്ഞോ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചത് എന്റെ റോൾ നമ്പർ തന്നെയല്ലേ നോക്കുമെന്നൊക്കെ വെച്ചു. എന്റെ കണ്ണുകൊണ്ട് പിടിക്കാനായിട്ടാണോ അറിയില്ല, ഒന്നുകൂടി നോക്കാൻ പറഞ്ഞല്ലേ? എനിക്ക് ആക്ച്വലി ടഫായിരുന്നു INICET എക്സാം. ഞാനിങ്ങനെ റീകോളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സ്കോറൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. കുറച്ച് ഓരോ റീകോൾസ് ഓരോ പോലെ ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് മാത്രമായിരിക്കും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വലിയ റാങ്ക് ഒന്നും കിട്ടില്ല അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ കണ്ടപ്പോൾ നോക്കുമ്പോൾ എന്ത് ബേസ് ചെയ്താ നോക്കിയിരുന്നേ? മീൻസ് നമ്മൾ നമ്പർ ഇങ്ങനെ അടിച്ച് നോക്കുന്ന സമയത്ത്, സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്ത് മൈൻഡ് കണ്ടിട്ടാണ് നോക്കിയിരുന്നത്? ഞാനിങ്ങനെ എന്തായാലും കുഴപ്പമില്ല, നീറ്റ് ഉണ്ടല്ലോ, നീറ്റിന് കുറേ സീറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ കുഴപ്പമില്ല, ഒരു മീൻസ് കഴിഞ്ഞ INICETയേക്കാളും കുറഞ്ഞാൽ പോലും കുഴപ്പമില്ല അങ്ങനെ ഒരു വിചാരത്തിൽ തന്നെ. കഴിഞ്ഞ INICET എനിക്ക് 1999 ആയിരുന്നു. 1999. ഓക്കെ, 2000 റാങ്ക് ആയിരുന്നു. അപ്പൊ ഏതായാലും ആ അറൗണ്ട് ഒക്കെ എക്സ്പെക്ട് ചെയ്തോണ്ടാണ് നിന്നിരുന്നത്. അത് അതെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു ആക്ച്വലി. 154 കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, സംഭവം നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ പോണ സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് സെൽഫ് ഡൗട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ സമയത്ത് ഇങ്ങനെ നിർത്താനൊക്കെ തോന്നുമായിരുന്നു? അങ്ങനെ ഞാൻ കുറെ തവണ ഇങ്ങനെ നിർത്തിയിട്ട് GP അടിക്കാൻ പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്റെ ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചോ? ഒട്ടും ഓർമ്മയില്ലാത്ത പോലെ, ഇന്നലെ വായിച്ച സാധനം പോലും ഇന്നൊക്കെ ഓർമ്മയില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ചില ദിവസങ്ങൾ അങ്ങനെ, ചില ദിവസം ഭയങ്കര മോശമാണ്, ക്വസ്റ്റ്യൻ ചെയ്തത് ഫുള്ള് തെറ്റുന്നു. അന്നിപ്പോൾ നമ്മളൊരു എക്സാം എന്തെങ്കിലും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ തെറ്റ് വരുന്നു. അത് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര സെൽഫ് ഡൗട്ട് അടിക്കുന്നുണ്ടായി. എത്രത്തോളം മെമ്മറി ലോസ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും എക്സാമ്പിളൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര വല്ലാണ്ട് മറന്ന കാര്യം നമ്മുടെ പ്രീവിയസ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കുട്ടി സ്റ്റുഡൻറ്റ് ഭയങ്കരമായിട്ടുള്ള മെമ്മറി ലോസ് ഉണ്ടായി, അതിൻ്റെ കൂടെ ഹെഡ് ഏക്ക് വന്നു. പഠിക്കുമ്പോൾ എന്തായാലും ഹെഡ് ഏക്ക് വരും. അപ്പോൾ ഇത് രണ്ടും കൂടി കണ്ടപ്പോൾ വലിയ ഇക്സോലാണോ സംശയിച്ച് പോയിട്ട് MRI എടുത്തു. അതേപോലെ അത്ര ഇല്ലെങ്കിലും അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് എന്തായാലും പ്രിപ്പറേഷൻ സമയത്ത് വരുന്ന കാര്യമാണ് സെൽഫ് ഡൗട്ട്. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻസ് വരും അല്ലേ മാർക്കിൽ. അതായത് നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ്റെ മിഡ് വേയിൽ എത്തുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആവും, പക്ഷേ ചില എക്സാം ചെറുതായി ഒന്ന് ഡിമോട്ടിവേറ്റഡ് ആവുകയും അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലതായൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞ് പിടിച്ച് നിൽക്കാറുണ്ട്? എന്ത് പറഞ്ഞ് സ്വന്തം സമാധാനിക്കും? ഞാനിങ്ങനെ സ്വയം ശരിയാവുമായിരിക്കും. അതായത് ഇങ്ങനെ ഒരു ഡിപ്പ് വരുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു 1 വീക്ക് ഇതുപോലെ ഡിപ്പ് തന്നെ ആയിരിക്കും. അപ്പം കൂടുതൽ കോൺഫിഡൻസ് ഡിപ്പ് കുറയുക ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ വിചാരിക്കും കുഴപ്പമില്ല, എന്തായാലും സമയമുണ്ടല്ലോ, പ്രിപ്പറേഷൻ മുന്നോട്ട് പോവാം, ഇവഞ്ച്വലി ശരിയാവുമായിരിക്കും. ഒരു 1 വീക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പഴയ പോലെ മുന്നോട്ട് വരികയും ചെയ്യാം. മീറ്റിംഗ്സ് കാണാറുണ്ടായി. അതിലിങ്ങനെ കുറെ മെന്റേഴ്സ് ഒക്കെ പറഞ്ഞത് ആക്ച്വലി അവർക്കും ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാവാറുണ്ട്, ഭയങ്കര എല്ലാം മറന്നു പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എനിക്ക് മാത്രമല്ല ഇതേപോലെ തന്നെ എല്ലാവർക്കും. പിന്നെ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ അവർക്കും ഇതുപോലെ തന്നെയാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഡിപ്പ് പോകും എന്നൊക്കെ പറയുമ്പോൾ അപ്പം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതുപോലെയാണ്, ശരിയാവും എന്നുള്ളൊരു വിചാരത്തിൽ. ശരിക്കും ഇതേപോലെ നിങ്ങൾ ഐസോലേറ്റഡ് ആയിട്ട് ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഇന്ന് നിൽക്കുകയാണെങ്കിൽ ഇത് ഹൈലി പ്രഷർഡ് ആകും അല്ലേ? അതാണ് ഞാനും തുടക്കത്തിൽ തന്നെ ചോദിക്കാനുണ്ടായ ഒരു കാരണം അതാണ്. എന്തുകൊണ്ട്? കാരണം ഒരു പിയർ ഗ്രൂപ്പ് ഇതിന് മസ്റ്റാണ്. കാരണം നമ്മളെല്ലാവരും ഒരു കമ്പൈൻഡ് എഫക്റ്റിലാണ് കൊണ്ടുപോകേണ്ടത്. എലോൺ പോകുന്ന സമയത്ത് ഓക്കെയാണ്, ബട്ട് ഭയങ്കര കൂടുതലായിട്ടുള്ള മെൻ്റൽ പ്രഷറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ അല്ല നീറ്റ് PG പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുല്യനോടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നീറ്റ് UG അവൾ പണിയെടുത്തതിനേക്കാളും ഡബിളിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് വെറുതെ കാര്യമല്ല, നല്ല റിയലി നമ്മൾ വിചാരിക്കുന്ന പോലെ പണ്ടൊക്കെ പറയുമ്പോൾ നീറ്റ് PG എന്ന് പറയുമ്പോൾ നീറ്റ് UGൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിൽ സൈഡിലൂടെ അങ്ങ് പോകാമെന്നൊക്കെയാണ് കുറേ പേര് വിചാരിച്ചിരുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. 90 സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പിന്നെ മെമ്മറി നമ്മുടെ സേവ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ഒരു ഫൈനൽ നോട്ടുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ അതുല്യയുടെ വെരി ക്ലോസ് ഫ്രണ്ട് ഈ വർഷം നീറ്റ് എഴുതാൻ പോവുകയാണ്. 2026 നീറ്റും INICET ഒക്കെ എഴുതാൻ പോവുകയാണ്. ഈ വർഷം എന്തോ GP എടുക്കുന്ന കാരണം അല്ലെങ്കിൽ എന്തോ തിരക്ക് കാരണം ഈ വർഷം പ്രിപ്പയർ ചെയ്തില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്, നിങ്ങൾ ക്ലോസ് ഫ്രണ്ടാണ്, പഴയ റൂംമേറ്റ് ആണെന്ന് തന്നെ വിചാരിക്കുക. അവർക്ക് എന്തൊക്കെ അഡ്വൈസ് എന്നല്ല പറയുക, നമ്മൾ ഫ്രണ്ട്സിന് കൊടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ എന്തൊക്കെ പിറ്റ്ഫോൾസ് പറഞ്ഞു കൊടുക്കും സ്വന്തം ഒരു ഫ്രണ്ടിന്. ഈ വർഷം 2026 അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് വിചാരിക്കാം. എനിക്ക് വന്ന മിസ്റ്റേക്സ്, നല്ല കാര്യങ്ങൾ ഒന്ന് ഒരു ഹാൻഡ് ഓവർ കൊടുക്കൂലേ നമ്മൾ, എന്തൊക്കെ കാര്യങ്ങൾ പറയും? ഞാൻ ഇപ്പം എൻ്റെ എത്രയും നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങാവോ അത്രയും നല്ലതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ തുടങ്ങിയത് ഓഗസ്റ്റിലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു
ഇപ്പോൾ ഒരു മെയിൽ തുടങ്ങിയ ഒരാൾക്ക് അതിൻ്റെ ട്രാക്കിലാവാൻ ഒരു സമയം എടുക്കും അല്ലേ? അതാണ്. അപ്പോൾ ഒരു കുറച്ച് നേരത്തെ, എത്രയും നേരത്തെ തുടങ്ങാവോ അത്രയും നല്ലതാണ്. ഒരുപാട് ഡിലേ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടച്ച് വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ലൈവ് കോഴ്സ് നേരത്തെ തന്നെ വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് എൻ്റെ പോയി തന്നെ നോക്കായിരുന്നു എന്നല്ല അല്ലേ? ആ സമയത്തേക്ക് തന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗുണം കിട്ടും. ഞാൻ ആ ക്വസ്റ്റ്യൻ കൂടി വിട്ടുപോയി ഞാൻ ചോദിക്കണം എന്നുള്ളത്, ഫേസ് ടു ഫേസ് ലൈവ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഏതാണ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നി, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായി തോന്നിയതാണ്? എനിക്ക് ആക്ച്വലി ഫേസ് ടു ഫേസ് ലൈവ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നെ ഞാൻ ലൈവ് ചൂസ് ചെയ്യാൻ കാരണം ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഫേസ് ടു ഫേസിൽ എനിക്കത് കവർ ചെയ്യാൻ പാടായിരിക്കും. ലൈവ് ആകുമ്പോൾ എനിക്കത് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ലൈവ് എടുക്കാൻ കാരണം. ഓക്കെ, ഇനി ബാക്കി പിറ്റ്ഫോൾസിലേക്കോ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ടിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണ്? ഇപ്പോൾ ലൈവാണ് ഫേസ് ടു ഫേസ് ആണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു റെക്കോർഡിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും, പക്ഷെ അവസാനം അതും കിട്ടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ഫേസ് ടു ഫേസ് ആർക്ക്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടായി. അപ്പോൾ ആക്ച്വലി ലൈവായിട്ട്, അതായത് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളത് ഫോളോ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വൈസ് ആണ്. കുറേ പേര് ഒരു ദിവസത്തേക്ക് പെൻഡിങ് വെക്കും, ലാസ്റ്റ് നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ മൂവി കാണാൻ വെച്ചതുപോലെ ഉണ്ടാവും. ആഗ്രഹം നമ്മളെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടായിരിക്കും, ബട്ട് അത് നമ്മൾ തീർത്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ? ഒരു 2 hour വീഡിയോ, അതായത് 2 hour ക്ലാസ് ആണ് അവരെടുക്കുന്നതെങ്കിൽ നമ്മൾ ലൈവിൻ്റെ ഒപ്പം കാണുമ്പോൾ അത് 2 hourൽ തീരും. പക്ഷെ അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു 1.5x ഇട്ടാലും അത് നമുക്ക് കാണാൻ മിനിമം ഒരു 3.5 hours എങ്കിലും എടുക്കും. ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. വേണമെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു വെരി സ്ട്രോങ് കൺക്ലൂഷൻ എന്നുള്ളത് പറയാനുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ക്ലാസ് കാണാൻ മാറ്റി വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ 2 വർഷത്തേക്കൊക്കെ ക്ലാസ് കാണുന്നതിലേക്ക് നീണ്ടുപോകും. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ടു യുവർ ടൈം ടേബിൾ തന്നെ ഫിക്സ് ചെയ്ത് ആ ഡേറ്റിലും തീർക്കുക. അതിനുവേണ്ടി ഒരു RRT നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്, ചെറിയ ഷോർട്ട് എക്സാംസ് കീപ്പ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ എക്സാം എഴുതുമ്പോഴേക്ക് ഇത് തീർത്തിട്ട് വേണം എഴുതാനുള്ളത് വേണ്ടിയിട്ട് അല്ലേ? പിന്നെ എന്തൊക്കെയാ പറയാൻ പറ്റും? പിന്നെ എന്താ, തുടക്കം തൊട്ടിട്ടേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, തുടക്കം തൊട്ടേ GT ചെയ്താൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. തൊട്ടേ GT ചെയ്യുക, അത് ആര് പറഞ്ഞു തന്നു? അത് ഞാൻ ഈ മീറ്റിംഗ്സിന് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു. പിന്നെ മീറ്റിംഗിൽ കയറിയപ്പോൾ മെൻറ്റേഴ്സാണ് പറഞ്ഞത് എത്ര സബ്ജക്ട്സ് കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും നമ്മുടെ പഠിത്തം കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സബ്ജക്ട്സേ കഴിഞ്ഞുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ GT എഴുതുക, റിവ്യൂ ചെയ്യുമ്പോൾ ആ സബ്ജക്ട്സ് മാത്രം റിവ്യൂ ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, 19 സബ്ജക്ട്സ് കഴിയുമ്പോൾ നമുക്ക് നമ്മളെന്തോ ആവുന്ന ഒരിക്കലും വിചാരിക്കരുത് അല്ലേ? ഫസ്റ്റ് സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ GT എഴുതി തുടങ്ങിയാലേ നമുക്ക് അതിൻ്റെ പ്രോഗ്രഷൻ നമുക്കിങ്ങനെ മെഷർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൂ. ഫസ്റ്റ് GT എഴുതിയപ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഫസ്റ്റ് GT ഞാൻ ഫസ്റ്റ് എഴുതിയത് INICETയുടെ GT ആയിരുന്നു. അതിലെനിക്ക് 200ൽ 93 കറക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതന്നെ വലിയ നമ്പറാണ്. സാധാരണ എല്ലാവരും 70, 75, 80 എന്നൊക്കെ മാക്സിമം പറയാറുള്ളത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ബേസ് ഉണ്ട് എന്നാണ്. MCQ അതിന് മുന്നേ MCQ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MCQ എന്തോ സംഭവം ഒരു ട്രിക്കുള്ള പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, കാരണം ഞാൻ കാണാറുള്ളത് 70, 75 എന്നാണ്. ഏത് ടോപ്പേഴ്സ് എത്തുന്ന ആളുകളോ അവിടുന്ന് തുടങ്ങിയിട്ട് തന്നെയാണ്. 90 ഭയങ്കര കൂടുതലൊന്നുമല്ല. അപ്പോൾ GTയുടെ കാര്യം പറഞ്ഞു, തുടക്കം മുതൽ ക്ലാസ് ഷെഡ്യൂൾ കറക്റ്റ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറയാൻ പറ്റും? പിന്നെ ഇതുപോലെ തന്നെ പുറത്തുനിന്ന് അധികം എക്സ്ട്രാ കണ്ടന്റ് അക്വയർ ചെയ്യേണ്ട കാര്യമില്ല. ഇമ്പോർട്ടൻ്റ് കാര്യം, പുറത്തുനിന്നുള്ള കണ്ടന്റ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കരുത്. കണ്ടന്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ അത് ഉപയോഗിച്ച് മാക്സിമം പ്രാക്ടീസ്ഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ക്വസ്റ്റ്യനിൽ GTയിലൊക്കെ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള മോക്ക് എക്സാമിലൊക്കെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഫോമോ ഫീൽ ചെയ്യില്ലേ? അതുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ ഫിയർ, എന്തോ മിസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പഠിക്കുന്നില്ലേ, ലാസ്റ്റ് എക്സാമിന് ഞാൻ പഠിക്കാതെ എല്ലാം കൂടി ചോദിക്കുമോ, അങ്ങനെ വരാറില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. കുറെ ഔട്ട് ഓഫ് നോട്ട്സ് കുറെ ഉണ്ടല്ലോ എന്നൊക്കെ ഫസ്റ്റ് ഒക്കെ മാരോ GT ചെയ്തുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇവഞ്ച്വലി ഇപ്പോൾ ഒരു 2 റിവിഷനൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഔട്ട് ഓഫ് നോട്ട്സ് വരുന്നെങ്കിലും നമുക്കത് ഗസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സ്റ്റേജിക്കായി. നമ്മുടെ ഗസ്സിങ് സ്കിൽസ് കൂടി, അതായത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നോട്ട്സിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്കത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിപ്പോൾ ഔട്ട് ഓഫ് നോട്ട്സ് ആണെങ്കിൽ പോലും നമുക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സ്റ്റേജിലേക്ക് റെഡി ആവുന്നുണ്ട്. ഒരുവിധം നമുക്ക് എന്തെങ്കിലും എഡ്യൂക്കേറ്റഡ് ഗസ് എന്ന് പറയും അല്ലേ? എഡ്യൂക്കേറ്റഡ് ഗസ്സിലേക്ക് ആ നോട്ട് ഉപയോഗിച്ച് എത്താൻ പറ്റുന്നുണ്ടാണ്. എന്താണ് പുതിയ കാര്യം? മാരോ കോഴ്സിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഇല്ല, മാരോ പുതിയ ബാച്ചിന് കോഴ്സിന്റെ പാർട്ടായിട്ട് തന്നെ മാരോ ഒരു കോഴ്സിന്റെ പ്ലാൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യം പറഞ്ഞു. ഇനി പോസിറ്റീവ് തന്നെ പറയണമെന്നില്ല, ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? ചെയ്ത മിസ്റ്റേക്സ് ഞാൻ തുടക്കത്തിൽ, അതായത് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് PYQസിനാണ്. എനിക്ക് തുടക്കത്തിൽ എനിക്ക് PYQs അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ കുറേ ഇപ്പോൾ മാരോലെ ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ കുറേ
ഔട്ട് ഓഫ് നോട്ട്സ് ഔട്ട് ഓഫ് ടോപ്പിക് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് ഒരു ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ തുടക്കത്തിലൊക്കെ അതൊക്കെ ചെയ്യുമായിരുന്നു. അതിന്റെ കുറേ സമയം കളഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം അങ്ങനെ ഫുൾ എക്സ്പ്ലനേഷൻ ഒക്കെ ഇരുന്ന് വായിക്കുമായിരുന്നു. പിന്നെയാണ് ഞാനിങ്ങനെ ഇല്ലാന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. തുടക്കത്തിൽ എനിക്കിങ്ങനെ ഈ എക്സ്പ്ലനേഷൻ വായിച്ചില്ലെങ്കിൽ ഒരു ഫോമോ ആയിരുന്നു. പിന്നെ ഒരിക്കൽ ഇങ്ങനെ മീറ്റിംഗിന് മെന്റർ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അതിലുള്ള എക്സ്പ്ലനേഷൻ അല്ല വായിക്കണ്ടേ, നമ്മുടെ നോട്ട്സിലുള്ള ആ പോർഷൻ പോയി വായിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഈ മൾട്ടിപ്പിൾ റിവിഷനിലൂടെ ഈ നോട്ട്സ് ആണ് നമ്മുടെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത് അല്ലേ. ഞാൻ ആദ്യം GT-യിലെ എക്സ്പ്ലനേഷൻസ് ഫുള്ള് വായിക്കുമായിരുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിന് എക്സ്പ്ലനേഷൻ ഫുൾ വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ടൈം എടുക്കുന്നുണ്ടായി. പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ നമുക്ക് ഒരു നോട്ടിൽ ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലാന്ന് എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത്. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ വേറെ എന്തെങ്കിലും പിറ്റ്ഫോൾസ്? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ കുറേ എക്സ്പ്ലനേഷൻ പോകാന്നുള്ള വരി യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ വേറെ എന്തെങ്കിലും ഷോർട്ട് നോട്ടിന്റെ സബ് നോട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ അങ്ങനെ നോക്കിയിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സാധാരണ നീറ്റ് യുജിയിൽ എല്ലാവരും ഷോർട്ട് നോട്ട് കീപ്പ് ചെയ്യാൻ നല്ലതാണ്, നമ്മുടെ ഓപ്പോസിറ്റ് ചെയ്ത ആളുകൾ പറയും. ബട്ട് എൻ്റെ പേഴ്സണൽ നോട്ടിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു കൺസൈസ് ക്രിസ്പ് നോട്ടാണ്, അത് ഇനിയും ഫർദർ ക്രിസ്പ് ആക്കേണ്ട ആവശ്യമില്ല. ഇതന്നെ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ 20th നോട്ട്ബുക്ക് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അതിൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അത് പിന്നെ നോക്കുക അങ്ങനെ ചെയ്യായിരുന്നു. 20th നോട്ട്ബുക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ. ഇങ്ങനെ പ്രിപ്പറേഷൻ്റെ ബിറ്റ്വീനുള്ള സമയത്ത് നമ്മൾ എന്തെല്ലാം സോഷ്യൽ മീഡിയ ഫങ്ഷൻസ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? എല്ലാം കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കല്യാണം ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു. ഞാനതിൽ അറ്റൻഡ് ചെയ്തെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഞാൻ ഇങ്ങനെയല്ല കൂടേണ്ടിയിരുന്നെന്ന് എനിക്ക് ഇങ്ങനെ തന്നെ അറിയാം. അറ്റൻഡ് ചെയ്ത് അറിയാതെ അറ്റംപ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടല്ലേ? ജസ്റ്റ് ഇങ്ങനെ പോയി ചുമ്മാ ആരുടെയോ കല്യാണം കൂടുന്ന പോലെ പോയി വന്നു, ഇതാണ് ഉണ്ടായത്. അവർക്ക് ആദ്യം ഇങ്ങനെ കുറച്ച് പറഞ്ഞായിരുന്നു, പിന്നെ അവർക്ക് അവരും ഇതുപോലെ പഠിക്കാനിരിക്കുന്നവർ തന്നെയാണ്, അപ്പൊ അവർക്ക് മനസ്സിലാവും. ഫാമിലിയിലെ ഒന്നിനും പോയിട്ടില്ല. ഫാമിലിയിൽ പിന്നെ ഇപ്പൊ അവരെന്നെ കൺസിഡർ ചെയ്യില്ല, ഞാൻ വരുന്നുണ്ട് എന്ന് അവര് വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറെ ആയിട്ട് ഒന്നിനും പോവാത്തത് കൊണ്ട് ഇവിടെ നമ്മളിപ്പോ ഹൗസ് സർജൻസിന്റെ ഇടയ്ക്ക് നമുക്ക് ഫാമിലി ഫംഗ്ഷൻ ഒന്നും പോകാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ പിന്നെ അവരത് അക്സെപ്റ്റ് ചെയ്തു ഞാൻ വരും എന്നുള്ളത്. സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. എനിക്കൊരു സ്റ്റേജ് ഒരു നവംബർ വരെയൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറെ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യായിരുന്നു ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ. പിന്നെ അത് കുറെ ടൈം കൺസ്യൂമിങ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ ഇടയ്ക്ക് അറിയാണ്ട് ബ്രൗസറിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത് നോക്കുക? ഇല്ല, ഭയങ്കര കുറവാണ്. ഇല്ല, ഭയങ്കര കുറവാണ്. കുറച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വാട്സാപ്പിലേക്ക് എത്ര ഇന്ററാക്ഷൻസ്? ബാച്ച് ഗ്രൂപ്പ്, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്, ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ അതൊന്നും അധികം ഇല്ല. പിന്നെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിലാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ നമ്മളിങ്ങനെ വാട്സാപ്പിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ സെൻഡ് ചെയ്യുക. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ഇതല്ലേ, ഇത് നമ്മുടെ നോട്ടിൽ അതല്ലേ തന്നിരുന്നത് എന്നൊക്കെ, അങ്ങനെയുള്ള ഒരു ആക്റ്റീവ് ഡിസ്കഷൻ വേണ്ടിയിട്ട് തന്നെയാണ് വാട്സാപ്പ് യൂസ് ചെയ്തിരുന്നത്. എനിക്ക് അവിടെയും ഒരു ക്ലിയർ നോട്ടായിട്ട് ഇപ്പോൾ അതുപോലെ പറഞ്ഞോട്ട് പറയാന്നുള്ളതല്ല, നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു നമ്മൾ ചിലത് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഒഴിവാക്കണം നമ്മൾ നന്നായി പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ വാട്സാപ്പ് കൂടി ഒഴിവാക്കിയ ആളുകളാണെങ്കിൽ മേ ബി 2-3 വീക്സ് നിൽക്കും. പിന്നെ അവരാകെ ഒരു ഡിസോറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്. സോ അങ്ങത്ര ഐസൊലേഷനിലേക്ക് പോകരുത്. എപ്പോഴും നമ്മൾ അതേ എന്താ പറയുക, നമ്മൾ അതേ ലെവലിൽ ഭ്രാന്തുള്ള എല്ലാവരും ഒരുമിച്ച് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതേ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന, നമ്മൾ അതേ സങ്കടമുള്ള ആളുകളൊക്കെ ഒന്ന് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കാലിക്കറ്റ് ഇടയ്ക്ക് പുറത്തേക്കൊക്കെ പോവോ, ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ എന്റർടൈൻമെന്റ്സ്? ഞങ്ങൾ ഒരുമിച്ച് റീഡിംഗ് റൂമിൽ നമ്മൾ ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ലഞ്ച് ടൈമോ അതൊക്കെ നമ്മൾ നന്നായി സംസാരിക്കാനോ ഉപയോഗിക്കുക, വേറെ കാര്യങ്ങൾ പഠിത്തത്തിന്റെ അല്ലാണ്ട്. അതൊരു എന്റർടൈൻമെന്റ് ആണ് ആക്ച്വലി. അതൊക്കെയാണ് ഒരു എന്റർടൈൻമെന്റ്. പിന്നെ അല്ലാണ്ട് ഇടയ്ക്ക് സിനിമ കാണും. ഇപ്പൊ ആദ്യം ഞാൻ ഒട്ടും സിനിമയൊന്നും കാണില്ലായിരുന്നു. തിയേറ്ററിൽ ഞാൻ 2 തവണ പോയിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനിങ്ങനെ ഫോണിൽ തന്നെ സിനിമ കാണും. ആദ്യം ഞാൻ തുടക്കത്തിൽ സിനിമ കാണുന്ന സമയം നഷ്ടമാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. പിന്നെ മനസ്സിലായി ഒരു ബ്രേക്ക് എനിക്ക് എസെൻഷ്യൽ ആണ്. കുറച്ച് എടുക്കുന്നേ ഉള്ളൂ. ഒരു മെന്റൽ പീസ് കീപ്പ് ചെയ്യാൻ അത് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി.
അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മളെ റാലി ഡ്രൈവേഴ്സ് കാണാറില്ലേ, ഒരു 10 ലാപ്പൊക്കെ കഴിയുമ്പോൾ അവരുടെ ടയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫ്യൂലൊക്കെ അടിച്ചിരിക്കുന്നത് പോലെ. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെൻ്റൽ പീസ് ചെയ്ത് ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ ചിലപ്പം ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഇത് ഇത്ര ടഫാണ് എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അറിയില്ല? ഇല്ല, ഒട്ടും അറിയില്ലായിരുന്നു. ഇതിൽ ഇറങ്ങിയപ്പോഴാണ് ഇത് എത്രത്തോളം ടഫാണ്, എത്രത്തോളം, അതായത് നമ്മൾ എത്രത്തോളം ഇതിനു വേണ്ടി കൊടുക്കണം എന്നുള്ളത് മനസ്സിലായത് ഇതിൽ ഇറങ്ങിയപ്പോഴാണ്. അപ്പോൾ നിങ്ങളെ ജൂനിയേഴ്സിന് അല്ലെങ്കിൽ ബാച്ച്മേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ള ഇത്ര തന്നെയാണ്, നല്ല വിചാരിക്കുന്ന പോലെ കുറച്ച് നല്ല പണിയുണ്ട്, അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, തുടക്കം മുതൽ തന്നെ GT എഴുതണം, റിവിഷൻ മൾട്ടിപ്പിൾ ടൈംസ് കൊണ്ടുപോകണം. പിന്നെ പിറ്റ്ഫോൾസ് പറയുകയാണെങ്കിൽ എന്താ പറയുക, എക്സ്പ്ലനേഷൻ കുറേ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും ചെയ്യരുത്. ഇങ്ങനെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ അതിൽ ഒരുപാട് എക്സ്പീരിയൻസ് വരണം. ഇതേപോലെ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് പല എക്സ്പീരിയൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കണക്ട് ചെയ്തിരുന്നോ നിങ്ങൾ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ, ഇത്രയാണ് ലെവലെത്തി, അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? നമ്മളിങ്ങനെ കുറച്ച് തന്നെ സംസാരിച്ചപ്പോൾ അവർക്ക് എങ്ങനെയായിരുന്നു, അതായത് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഡൗൺ ആകുമ്പോൾ, GT സ്കോറൊക്കെ ഭയങ്കര കുറയുമ്പോൾ, ഒന്നും ശരിയാവാണ്ട് വരുമ്പോൾ നമ്മളിങ്ങനെ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കും ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവഞ്ച്വലി അതായത് പിന്നെ അവർ വീണ്ടും അതിൽ ഡൗൺ ആവാണ്ട് പിന്നെയും വായിച്ച് അവർ മുന്നോട്ട് പോയപ്പോഴാണ് അവർക്ക് അതായത് നീറ്റിന് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പോൾ ഡിപ്പായി പോയിട്ടുണ്ടെങ്കിലും അതായത് കുറച്ചുകൂടെ ടൈം ഉണ്ട്, ഇപ്പോൾ ഒരു 2 months 3 months നമ്മുടെ മുന്നിലുണ്ട്, നമുക്ക് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആക്ച്വലി അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ടിയുടെ ഫാക്കൽറ്റീസ് ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് മെഡിസിൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, തമീം സാറിൻ്റെ. തമീം സാർ മെഡിസിൻ പഠിപ്പിച്ചതുകൊണ്ടാണ് കുറേ പേര് മെഡിസിൻ തന്നെ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. തമീം സാർ മെഡിസിൻ ഇത്രയും ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായി. പിന്നെ നസീർ സാർ ഇൻക്രെഡിബിൾ. മൈക്രോബയോളജി അത് എനിക്ക് കഴിഞ്ഞ INICTക്ക് പോകുമ്പോൾ ആകെ കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്ട് മൈക്രോബയോളജി ആയിരുന്നു. മൈക്രോബയോളജി എന്ന് വന്നാലും കുഴപ്പമില്ല, ഷോർട്ട് ക്ലാസ് കൊണ്ട് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് മൈക്രോബയോളജി സിമ്പിൾ ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തി എന്നുള്ളതാണ്. എങ്ങനെയാ ഇതൊക്കെ ഓർത്ത് വെക്കാതെ ആലോചിച്ചെടുത്ത് മൈക്രോബയോളജി അല്ലേ കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റേജൊക്കെ എത്തിയത്. നസീർ സാറിന്റെ ക്ലാസ് ഭയങ്കര ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള നസീർ സാറിന്റെ ആണ്. തമീം സാറിന് നസീർ സാറിനല്ല പിന്നെ വേറെ അനാറ്റമി അശ്വിനി സാർ നല്ല ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അനാറ്റമി ഇത്ര ബ്യൂട്ടിഫുൾ ആയി പഠിപ്പിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് അനാറ്റമി എടുത്ത ആളുകളുണ്ട് കേട്ടോ. അനാറ്റമി എനിക്ക് എൻ്റെ നോട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സാർ ഇങ്ങനെ കളർഫുൾ ആയി വരയ്ക്കുമ്പോൾ ഞാനും അതുപോലെ കളർഫുൾ ആക്കാൻ നോക്കുമായിരുന്നു. സാർ ഒന്നാമത് സാറ് സ്ലോ ആയിട്ട് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതുപോലെ സമയം കിട്ടുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അനാറ്റമി എനിക്ക് ഡെഡിക്കേറ്റഡ് ഫാക്കൽറ്റീസ് കാണും, നമ്മൾ തന്നെ ഇൻസ്പയർ ആവും. ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്. ജയ് സാറിനോടൊക്കെ നമുക്ക് എത്ര പൊട്ട ഡൗട്ട് വേണമെങ്കിൽ സാറിനോട് ചോദിക്കാം, സാർ റെസ്പോണ്ട് ചെയ്യും. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് എടുത്ത് പറയാനുണ്ട്? ഇപ്പോൾ മേ ബി ഫാർമക്കോളജിയോ അങ്ങനെ എന്തെങ്കിലും? ഫാർമക്കോളജി ഒക്കെ നമ്മൾ ടഫറായി കാണുന്ന സെക്കൻഡ് ഇയർ തേർഡ് ഇയർ സബ്ജക്ട്സ് ഒക്കെ ഫാക്കൽറ്റീസ് കുറച്ച് വളരെ സിമ്പിളാക്കി തരിക, കുറച്ച് നോട്ടിലേക്ക് തരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. SPM കുറിച്ച് എന്താ പറയുക? SPM നല്ലതായിരുന്നു. SPM ആയിരുന്നു എൻ്റെ ഫസ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ എനിക്ക് SPM പണ്ട് നമുക്കിനെ കുറച്ച് ബോറാണെന്നുള്ള ഇതായിരുന്നല്ലോ. ഒഴിവാക്കൊന്നും വേണ്ട. ബയോകെമിസ്ട്രി SPM നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മുടെ റെബേക്ക മാഡം തന്നെ പറഞ്ഞ ഇത്ര ബോറുള്ള സബ്ജക്ട് വേറെ ഇല്ല, അത് നമ്മൾ ഫാക്ട് അക്സെപ്റ്റ് ചെയ്യണം. SPM പിന്നെ സാറ് പക്ഷെ ഭയങ്കര ഫണ്ണി ആയിരുന്നു. SPM അത്ര ബോറടിക്കാണ്ട് കൊണ്ടുപോയി 4 ദിവസം. ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് പറയാറുള്ളത്. അതിപ്പം അനസ്തേഷ്യ ആവട്ടെ, ബയോകെമിസ്ട്രി ആവട്ടെ, അല്ലെങ്കിൽ ഫാർമക്കോളജി ആവട്ടെ, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഇതൊക്കെ. അപ്പോൾ അത് എന്തായാലും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് നമ്മൾ ഈ ഫാക്കൽറ്റീസിനോടൊക്കെ എന്താ പറയുക, അവരോട് ആ ചെയ്യുന്ന ഡെഡിക്കേഷൻ നമുക്ക് നന്നായി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഫൈനൽ നോട്ടായിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലേക്ക് തോന്നുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അതുകൂടി പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. മേ ബി ഇതിൽ പറഞ്ഞ കാര്യം തന്നെ ഇതാണ് ഞാൻ എന്താ പറയുക, ഞാൻ ലേൺ ചെയ്ത, ഒരു വർഷം കൊണ്ട് ലേൺ ചെയ്ത, ഓരോരുത്തർ ഓരോന്നായിരിക്കും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് എൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നീറ്റ് PG ഇപ്പം നമ്മൾ ഈ PG പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പഠിക്കണമെന്നുള്ളത് മാത്രമല്ല, നമ്മൾ എത്രത്തോളം അതായത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്തും നമുക്ക് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു കാര്യത്തിന് വേണ്ടി നമ്മളെ തന്നെ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടെയാണ് ഈ PG പ്രിപ്പറേഷൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്റലിജൻസ് മെമ്മറി പവർ അങ്ങനെയൊന്നും അല്ല, അത് മാത്രമല്ല എന്ന് എനിക്ക് മനസ്സിലായി. മെമ്മറി പവർ ഒരു വലിയ കാര്യം തന്നെയാണ്, പക്ഷെ എത്രത്തോളം നമുക്കിപ്പോൾ നമ്മൾ എത്ര ഡിപ്പായാലും നമുക്ക് എത്രത്തോളം മുന്നോട്ട് വരാൻ പറ്റും, നമുക്ക് നമ്മൾ തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്ന് നമുക്ക് തന്നെ ഒരു വിശ്വാസം തോന്നാൻ ഈ പീരീഡ് ഭയങ്കര നല്ലതാണ് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ EQല് ഇമോഷണൽ ക്വസ്റ്റനിൽ കുറേയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതുല്യ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് എത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിരിക്കും, ആ സബ്ജക്റ്റ് എത്രത്തോളം അറിയും എന്നുള്ളതിനേക്കാളും പെർസിസ്റ്റൻ്റ് അതിൽ തന്നെ ട്രൈ ചെയ്യാൻ നോക്കുന്ന, അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആയി പോകാണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്ന ബാക്കിയുള്ള ആളുകൾക്ക് മേ ബി നെക്സ്റ്റ് ഇയറിലെ പ്രിപ്പറേഷനോ അതിൻ്റെ അടുത്ത ഇയറിലെ പ്രിപ്പറേഷനോ ഒക്കെ നിൽക്കുന്ന ആളുകൾ ഈ പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. സോ ഒരു ഫൈനൽ ക്വസ്റ്റിൻ്റെ ശേഷം ഒരു ക്വസ്റ്റിന് കൂടെ കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമായിട്ട് പറയുന്നതാണ്. ഇപ്പം നീറ്റ് എന്നല്ല UG പ്രിപ്പറേഷൻ, അതായത് MBBS പഠിക്കുന്ന സമയത്ത് PG പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്? അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് പഠിക്കാനുണ്ട്, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ആ വാട്സിൽ കാണുന്ന പേഷ്യൻസും അവിടെ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ഗുണം ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മേ ബി നമ്മുടെ അനീമിയ നോക്കുന്നത്, ക്ലബിങ് നോക്കുന്നത് മുതൽ അല്ലേ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ മുതലുള്ള കാര്യങ്ങൾ അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ബേസിക്കലി നീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ഏത് വാക്യൂട്ടൈനറിലാണ് ഇന്ന സാമ്പിൾ കൊടുത്തേക്കുക, അത് നമ്മൾ വാർഡിൽ നിന്ന് നമ്മൾ പണിയെടുക്കുമ്പോഴേ നമുക്കത് അറിയുന്നുണ്ടാവുള്ളൂ. അത് ചുമ്മാ നമുക്ക് നോട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഇവൻച്വലി നമുക്ക് വാട്സിൽ നിന്ന് കിട്ടുന്ന കുറേ ഇൻഫർമേഷൻ നമുക്ക് ഈ എൻട്രൻസ് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും. കുറേ പഠിക്കാനുണ്ട്, പക്ഷേ ഇത് അതൊക്കെ റിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എടുക്കുന്ന വർക്കും പേഷ്യന്റിനെ കാണണം പ്രോപ്പർലി കണ്ടിരിക്കുക എന്നുള്ളതാണ്. അവിടെ ഇരുന്ന് ഒരു MCQ പോയി ചെയ്ത് പഠിക്കണമെന്നൊന്നും ഇല്ല. എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല. അതുലേക്കും അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. കുറേ നമ്മൾ നോട്ട്സ് വായിക്കുമ്പോൾ നമുക്ക് വാർഡിൽ കണ്ടതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാനും കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഡെഫിനറ്റ്ലി കുറേ MBBS പഠിക്കുന്ന കുട്ടികളെ ചോദിക്കാറുണ്ട്, യെസ് എനിക്ക് പണ്ടത്തെ മാതിരി നീറ്റ് UG വാങ്ങിച്ച പോലെ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് PG കയറണം എന്നുള്ള സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനെ പ്രോപ്പർലി കാണാം, ബേസിക്സ് അവിടെ റെഡിയാക്കുക. അവിടെ നിങ്ങൾ നീറ്റ് PG എന്നുള്ള മൈൻഡ് സെറ്റിൽ കാണേണ്ട ആവശ്യമില്ല. അവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ നീറ്റ് PGയിലേക്ക് വരുമ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആവും അല്ലേ. അവിടെയൊക്കെ നമ്മുടെ ഈ പഠിപ്പിക്കുന്ന ഈ കണ്ടന്റ് വരുന്ന സമയത്ത് അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ബേസിക്സ് ഉണ്ടായാൽ മതി എന്നുള്ളതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളവർക്കും പ്രിപ്പറേഷൻ ഇത് വലിയ യൂസ്ഫുൾ ആവട്ടെ. ആൻഡ് ഓൾസോ അതുല്യക്ക് 154 വാങ്ങിച്ചതിനുള്ള കൺഗ്രാജുലേഷനും മോർ ദാൻ ദാറ്റ് നീറ്റ് PGയിൽ മേ ബി നെക്സ്റ്റ് മന്ത് എഴുതാൻ പോവുകയാണ്. ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള മാർക്ക് വാങ്ങിക്കാൻ പറ്റട്ടെ. അതിന് വേണ്ടിയിട്ടെല്ലാം പ്രിപ്പറേഷൻ ചെയ്യട്ടെ എന്നുള്ളതാണ് അല്ലേ. എത്ര റാങ്ക് കിട്ടും നമുക്കറിയില്ല, എത്ര വരാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് പ്രോപ്പറാക്കി റെഡിയാക്കി വെക്കുക, ഒരു കോൺഫിഡൻ്റായി ഹാപ്പി ആയിട്ട് പോവുക. ബാക്കി എന്ത് വരും എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.